കോടാനുകോടി നക്ഷത്രങ്ങൾ നിറഞ്ഞ അനന്തമായ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ഇന്നും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നാണ് ഗാലക്സികൾ. അവയിൽ നമ്മുടെ സ്വന്തം ആകാശഗംഗ, മിൽക്കി വേ, അതിനും അപ്പുറം രാത്രി ആകാശത്തിൽ നിശബ്ദമായി നമ്മിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വലിയ ലോകം, ആൻഡ്രോമിഡ ഗാലക്സി. ഇവ രണ്ടും സാധാരണ ഗാലക്സികളല്ല. കോടാനുകോടി വർഷങ്ങളുടെ ചരിത്രവും അനന്തമായ നക്ഷത്രങ്ങളും മനസ്സിനെ വിസ്മയിപ്പിക്കുന്ന രഹസ്യങ്ങളും ഒളിച്ചിരിക്കുന്ന രണ്ട് മഹാശക്തികളാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ആകാശഗംഗയുടെ അതിരുകളിലേക്കും അതിനും അപ്പുറം ആൻഡ്രോമിഡയുടെ ആഴങ്ങളിലേക്കുമാണ്. നക്ഷത്രങ്ങൾ ജനിക്കുന്നിടത്തിലൂടെ, ബ്ലാക്ക് ഹോളുകളിലൂടെ, അവയുടെ നിഴലുകളിലൂടെ പ്രകാശം പോലും മങ്ങിപ്പോകുന്ന അതിഗംഭീര പ്രപഞ്ച യാത്രയിലേക്ക്. എന്തുകൊണ്ടാണ് ആൻഡ്രോമിഡ നമ്മളിലേക്ക് വരുന്നത്? ഭാവിയിൽ ഈ രണ്ട് ഗാലക്സികൾ തമ്മിൽ കൂട്ടിയിടിക്കുമോ? അങ്ങനെയെങ്കിൽ ഭൂമിക്ക് പിന്നീട് എന്ത് സംഭവിക്കും? സൂര്യൻ്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന സൂര്യൻ്റെ അയൽക്കാരൻ എന്നറിയപ്പെടുന്നത് 3 നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് ആൽഫ സെൻറ്റൗറി സ്റ്റാർ സിസ്റ്റം. ആൽഫ സെൻറ്റൗറി എ, ആൽഫ സെൻറ്റൗറി ബി, പ്രോക്സിമ സെൻറ്റൗറി എന്നീ 3 നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്ര സമൂഹത്തിലുള്ളത്. ഇവയിൽ വലിപ്പം കൂടിയ 2 നക്ഷത്രങ്ങൾ പരസ്പരം തൊട്ട് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ ഇവയെ പ്രകാശത്തിൻ്റെ ഒരു സ്രോതസ്സായി മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ. ഈ 2 നക്ഷത്രങ്ങളും കോമൺ മാസ് സെൻറ്ററിന് ചുറ്റിലും അല്പം നീളമേറിയ ഭ്രമണപഥത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇത് പൂർത്തിയാക്കുവാൻ ഏകദേശം ഭൂമിയിലെ 80 വർഷത്തോളം സമയമെടുക്കും. ഈ നക്ഷത്രങ്ങൾ തമ്മിലുള്ള പരമാവധി ദൂരം 35 ആസ്ട്രോണമിക്കൽ യൂണിറ്റും ഏറ്റവും കുറഞ്ഞ ദൂരം 11.2 ആസ്ട്രോണമിക്കൽ യൂണിറ്റുകളുമാണ്. ഈ നക്ഷത്ര സമൂഹവും നമ്മുടെ സൂര്യനും ഇടയിലുള്ള ദൂരം 4.36 പ്രകാശവർഷങ്ങൾ മാത്രമാണ്. ഈ സിസ്റ്റത്തിലെ ഏറ്റവും വലുതും തിളക്കമേറിയതുമായ നക്ഷത്രമാണ് ആൽഫ സെൻറ്റൗറി എ. നമ്മുടെ സൂര്യൻ്റെ മാസിൻ്റെ 1.08 മടങ്ങ് മാസ് കൂടുതലുള്ള മെയിൻ സീക്വൻസ് വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രമാണിത്. ഉപരിതല താപനിലയും സ്പെക്ട്രൽ ക്ലാസും സൂര്യനോട് സമാനമാണെങ്കിലും ഇതിൻ്റെ റേഡിയസ് സൂര്യൻ്റെ 1.22 മടങ്ങ് കൂടുതലാണ്. സൂര്യനേക്കാളും 1.5 ഇരട്ടിയോളം പ്രകാശം പുറപ്പെടുവിക്കുന്നുമുണ്ട്. ഈ നക്ഷത്രത്തിന് ചുറ്റിലും എക്സോ പ്ലാനറ്റുകൾ കണ്ടെത്തിയിരുന്നില്ല. എങ്കിലും 2021 നക്ഷത്രത്തെ ഇൻഫ്രാറെഡിൽ നിരീക്ഷിച്ചപ്പോൾ പ്രാഥമിക കണക്കുകൾ പ്രകാരം സമീപത്ത് തന്നെ ഒരു ഗ്രഹം പോലുള്ള വസ്തുവുണ്ട് എന്ന് ചില തെളിവുകൾ കണ്ടെത്തി. ആ വസ്തുവിന് ഭൂമിയുടെ 9 മുതൽ 35 മടങ്ങ് വരെ മാസും ഭൂമിയുടെ 3.3 മുതൽ 7 മടങ്ങ് വരെ റേഡിയസും ഉണ്ടാകും. ഇത് സ്ഥിതി ചെയ്യുന്നത് നക്ഷത്രത്തിൽ നിന്നും 1.1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലാണ്. ഭൂമിയെപ്പോലെ തന്നെ ഏകദേശം 1 വർഷ സമയം എടുത്തുകൊണ്ടാണ് അത് നക്ഷത്രത്തെ വലം വെച്ച് തീർക്കുന്നത്. ബഹിരാകാശത്തും ഭൂമിയിലും സ്ഥാപിച്ചിട്ടുള്ള ടെലസ്കോപ്പുകളിലൂടെ നമ്മൾ ഇന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സിസ്റ്റത്തിലെ 2ാമത്തെ വലിപ്പം കൂടിയ നക്ഷത്രം ആൽഫ സെൻറ്റൗറി ബി ആണ്. ഇതും ഒരു മെയിൻ സീക്വൻസ് വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. എന്നിരുന്നാലും ഇതിൻ്റെ മാസ് സൂര്യൻ്റെ മാസിനേക്കാളും 10% കുറവാണ്. റേഡിയസും സൂര്യൻ്റെ 86% വരെ മാത്രമേ ഉള്ളൂ. ടോണും സൂര്യനേക്കാൾ അല്പം കുറവാണ്. ഇതിൻ്റെ ഉപരിതല താപനില 5260 കെൽവിൻ അഥവാ 5000 ഡിഗ്രി സെൽഷ്യസിലും ഒരൽപ്പം കുറവാണ്. ഈ ഘടകങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ ഈ നക്ഷത്രത്തിന് ഓറഞ്ച് നിറമാണുള്ളത്. ആൽഫ സെൻറ്റൗറി ബി അതിൻ്റെ ക്ലാസ്സിലെ മറ്റ് നക്ഷത്രങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എക്സ്റേ ശ്രേണിയിൽ വളരെയധികം ഊർജം പുറപ്പെടുവിക്കുന്നു. കൂടാതെ ഈ നക്ഷത്രത്തിൻ്റെ ഉപരിതലത്തിൽ വളരെയേറെ തിളക്കത്തോടുകൂടിയ ഫ്ലെയറുകൾ പുറത്തു വരുന്നതായി കാണുവാൻ സാധിക്കും. ഈ നക്ഷത്രത്തിന് ചുറ്റിലും നാളിതുവരെ നമുക്കൊരു ഗ്രഹത്തെയും കണ്ടെത്തുവാൻ സാധിച്ചിട്ടേയില്ല. ഈ സിസ്റ്റത്തിലെ 3ാമത്തെ നക്ഷത്രം നമ്മൾ ഇതുവരെ കണ്ട 2 നക്ഷത്രങ്ങളെക്കാളും വളരെയേറെ വ്യത്യസ്തമാണ്. ഇത് സൂര്യൻ്റെ 12% മാത്രം മാസുള്ള ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രമാണ്. ഇതിന് സൂര്യൻ്റെ 9 മടങ്ങ് വലിപ്പം കുറവാണ്. ഇതിൻ്റെ ഉപരിതല താപനില സാധാരണ റെഡ് ഡ്വാർഫുകളെ പോലെ തന്നെ 3000 കെൽവിനാണ്. ഈ സ്റ്റാർ സിസ്റ്റത്തിലെ ഈ ചെറിയ നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ്റെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്, പ്രോക്സിമ സെൻറ്റൗറി.
ഇത് സൂര്യനിൽ നിന്നും ഏകദേശം 4.25 പ്രകാശവർഷങ്ങൾ മാത്രം അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നക്ഷത്രം നമ്മുടെ സമീപത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്ത 26,700 വർഷങ്ങൾക്കിടയിൽ വെറും 3 പ്രകാശവർഷങ്ങൾ മാത്രം അകലത്തിലെത്തും. എങ്കിലും ഇതിൻ്റെ വളരെ കുറഞ്ഞ പ്രകാശം കാരണം ഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്കിതിനെ കാണുവാൻ സാധിക്കുകയേയില്ല. പ്രോക്സിമ സെൻറ്റൗറി നക്ഷത്ര വ്യവസ്ഥയിലെ മറ്റ് 2 നക്ഷത്രങ്ങളിൽ നിന്നും വളരെയേറെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 13,000 ആസ്ട്രോണമിക്കൽ യൂണിറ്റുകൾ അഥവാ 0.21 പ്രകാശവർഷത്തോളം അകലെ. പ്രോക്സിമ സെൻറ്റൗറിക്ക് സിസ്റ്റത്തിൻ്റെ പൊതുപിണ്ഡത്തിൽ നിന്നും ചുറ്റിലും പരിക്രമണം ചെയ്തു തീർക്കുവാൻ 5,47,000 വർഷങ്ങളോളം വേണ്ടിവരും. ഈ നക്ഷത്രം സിസ്റ്റത്തിലുള്ള മറ്റ് 2 നക്ഷത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. നാളിതുവരെ സ്ഥിരീകരിച്ച 2 എക്സോ പ്ലാനറ്റുകൾ പ്രോക്സിമ സെൻറ്റൗറിക്ക് ചുറ്റിലുമുണ്ട്. കൂടാതെ മറ്റൊരു എക്സോ പ്ലാനറ്റും ചിഹ്നഗ്രഹ വലയങ്ങളുമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ അനുമാനിക്കുന്നത്. ആദ്യത്തെ ഗ്രഹം പ്രോക്സിമ സെൻറ്റൗറി ബി. നക്ഷത്രത്തിൽ നിന്നും 0.5 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലാണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. ഒരു തവണ നക്ഷത്രത്തെ വലം വെച്ച് തീർക്കുവാൻ 11 ഭൗമദിനങ്ങൾ വേണ്ടിവരും. ഇതിന് ഭൂമിയുടെ 10 മുതൽ 20% കൂടുതൽ മാസം, ഭൂമിയേക്കാൾ 1.3 ഇരട്ടി വലിപ്പവുമുണ്ട്. ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് നക്ഷത്രത്തിൻ്റെ വാസയോഗ്യമായ മേഖലയിലാണ്. പ്രോക്സിമ ബി ഭൂമിയെപ്പോലെ തന്നെ പാറകൾ നിറഞ്ഞ ഒരു റോക്കി പ്ലാനറ്റാണ്. ഈ ഗ്രഹത്തിൽ ദ്രാവക രൂപത്തിൽ ജലം നിലനിൽക്കുവാനുള്ള സാധ്യതകളും ഏറെയാണ്. സൂര്യനിൽ നിന്നും ഭൂമിക്ക് ലഭിക്കുന്ന ഊർജത്തിൻ്റെ 65% ഊർജമാണ് നക്ഷത്രത്തിൽ നിന്നും ഗ്രഹത്തിലേക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രഹത്തിന് ശക്തമായൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അതുകൊണ്ട് തന്നെ നക്ഷത്രത്തിൽ നിന്നും വരുന്ന തീവ്രമായ ചൂടേറ്റ് ഗ്രഹത്തിൻ്റെ അന്തരീക്ഷം ഇതിനോടകം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. ഇതുകൂടാതെ പ്രോക്സിമ ഡി എന്ന സ്ഥിരീകരിച്ച മറ്റൊരു ഗ്രഹവും ഈ നക്ഷത്രത്തെ അവലംബിക്കുന്നുണ്ട്. ഈ 2 ഗ്രഹങ്ങളും കൂടാതെ ഭൂമിയുടെ 7 മടങ്ങിലും കൂടുതൽ വലിപ്പമുള്ള മറ്റൊരു വലിയ ഗ്രഹമുണ്ട് എന്നും പറയുന്നു. കൂടാതെ ധാരാളം പൊടിപടലങ്ങളും ആസ്ട്രോയിഡുകളും നിറഞ്ഞ 2 വലിയ ചിഹ്നഗ്രഹ വലയങ്ങളും നക്ഷത്രത്തിന് ചുറ്റിലുമുണ്ട്. ഭൂമിയിൽ നിന്നും ഏകദേശം 42 പ്രകാശവർഷങ്ങൾക്കകലെ വളരെ വലിപ്പം കുറഞ്ഞൊരു നക്ഷത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഗ്ലീസെ 1214 എന്ന റെഡ് ഡ്വാർഫ് നക്ഷത്രം. ഈ ചുവന്ന കുള്ളൻ നക്ഷത്രം സൂര്യനേക്കാൾ 5 ഇരട്ടിയോളം ചെറുതാണ്. ഇതിൻ്റെ മാസ് സൂര്യൻ്റെ 15.7% മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഈ നക്ഷത്രം നമ്മുടെ സൂര്യനേക്കാളും 300 മടങ്ങോളം മങ്ങിയതാണ്. സാധാരണ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഉപരിതല താപനിലയും 3000 കെൽവിൻ, അതായത് 2700 ഡിഗ്രി സെൽഷ്യസ്. ആകാശഗംഗയിലെ കോടാനുകോടി നക്ഷത്രങ്ങളിൽ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളാണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. 2009 ഈ നക്ഷത്രത്തെ അവലംബിക്കുന്ന ഒരു ഗ്രഹത്തെ കണ്ടെത്തി. ഗ്ലീസെ 1214 ബി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗ്രഹത്തിൻ്റെ വ്യാസം ഭൂമിയുടെ 2.5 മടങ്ങിലും കൂടുതലാണ്. അതായത് ഭൂമിയുടെ ഇരട്ടിയിലും കൂടുതൽ വലിപ്പമുള്ള വലിയ ഗ്രഹം. ഈ എക്സോ പ്ലാനറ്റിന് നമ്മുടെ ഭൂമിയേക്കാളും 6.5 മടങ്ങോളം ഭാരമുണ്ട്. ഗ്ലീസെ 1214 ബി എന്ന ഈ ഗ്രഹത്തിൻ്റെ ശരാശരി സാന്ദ്രത 1870 കിലോ പെർ ക്യൂബിക് മീറ്ററാണ്. അതുകൊണ്ട് തന്നെ ഇത് പാറകളും ലോഹങ്ങളും നിറഞ്ഞ ഭൂമിയെപ്പോലുള്ള ഒരു റോക്കി പ്ലാനറ്റ് ആകാനുള്ള സാധ്യതകൾ വളരെയേറെ കുറവാണ്. ഉപരിതലം മുഴുവൻ സമുദ്രത്താൽ നിറഞ്ഞു കിടക്കുന്ന ഒരു സമുദ്രഗ്രഹം അഥവാ ഓഷ്യൻ പ്ലാനറ്റാണിത്. ഈ ഗ്രഹം നക്ഷത്രത്തിൻ്റെ തൊട്ടടുത്തുകൂടെയാണ് നക്ഷത്രത്തെ അവലംബിക്കുന്നത്. നക്ഷത്രത്തിൽ നിന്നുമുള്ള അകലം 2 ദശലക്ഷം കിലോമീറ്ററുകൾ മാത്രമാണ്. അതായത് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ദൂരത്തിൻ്റെ 75 മടങ്ങ് കുറവ്. ഭൂമിയിലെ വെറും 36 മണിക്കൂറുകൾ കൊണ്ട് ഈ ഗ്രഹം ഒരു തവണ നക്ഷത്രത്തെ പരിക്രമണം ചെയ്ത് തീർക്കും. ഈ റെഡ് ഡ്വാർഫ് നക്ഷത്രം സൂര്യനേക്കാളും 300 മടങ്ങോളം മങ്ങിയതാണ്. എങ്കിലും നക്ഷത്രത്തോടുള്ള ഈ അവിശ്വസനീയമായ സാമീപ്യം ഗ്രഹത്തിൻ്റെ കാലാവസ്ഥയെ ആകെ മാറ്റിമറിക്കുന്നുണ്ട്. ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ പ്രധാനമായും ജലബാഷ്പവും അനുബന്ധ വാതകങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത്. ഗ്ലീസെ 1214 ബി എന്ന ഈ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിലെ അവസ്ഥകൾ ഒരു ഭീമൻ സ്റ്റീം ബോയിലറിലുള്ളതുപോലെ തന്നെയാണ്. നക്ഷത്രത്തിൽ നിന്നുമുള്ള കഠിനമായ ചൂടേറ്റ് ഉപരിതലത്തിലെ ജലം നിരന്തരം തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗ്രഹത്തിൽ ജലം സ്ഥിതി ചെയ്യുന്നത് ക്രയോസ്ഫിയറിന് തൊട്ട് താഴെയായിട്ടാണ്. ഈ ഗ്രഹത്തിൻ്റെ കോർഭാഗം പാറകളാലും ലോഹങ്ങളാലും നിർമ്മിതമാണെന്നാണ് കരുതപ്പെടുന്നത്. നിർഭാഗ്യവശാൽ ഈ സമുദ്രലോകത്ത് ജീവൻ പരിണമിക്കാനുള്ള സാധ്യതകൾ വളരെയേറെ കുറവാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 650 പ്രകാശവർഷങ്ങൾക്കകലെ IRC+10216 എന്ന
ഒരു മജസ്റ്റിക് നക്ഷത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. CW ലിയോണിസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ വലിപ്പം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിനേക്കാളും ഒരുപാട് കൂടുതലാണ്. ഇതിൻ്റെ വലിപ്പം സൂര്യൻ്റെ 560 മടങ്ങിലും കൂടുതലാണ്. അതായത് നമ്മുടെ ഭൂമിയിൽ നിന്നും സൂര്യൻ വരെയുള്ള ഏകദേശം 15 കോടി കിലോമീറ്ററിൻ്റെ 2.5 ഇരട്ടിയോളം വലിപ്പം. CW ലിയോണിസിനെ നമ്മുടെ സൗരയൂഥത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ചൊവ്വാഗ്രഹം അടക്കമുള്ള എല്ലാ ഗ്രഹങ്ങളെയും വിഴുങ്ങി ചിഹ്നഗ്രഹ വലയത്തിൻ്റെ അതിർത്തിയെ വരെ തകർക്കും. എന്നാൽ ഈ ഭീകര വലിപ്പമുള്ള നക്ഷത്രത്തിന് ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ഒരു മാസില്ല. ഏകദേശം 1.5 മുതൽ 4 വരെ സോളാർ മാസാണ് ഈ നക്ഷത്രത്തിനുള്ളൂ. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉപരിതല താപനിലയും വളരെയേറെ കുറവാണ്, 2300 കെൽവിൻ, അതായത് 2000 ഡിഗ്രി സെൽഷ്യസുകൾ മാത്രം. പക്ഷേ ഇത്ര ഭീകര വലിപ്പം കാരണം മറ്റേതൊരു ചുവന്ന ഭീമൻ നക്ഷത്രത്തെയും പോലെ തന്നെ ഈ നക്ഷത്രവും നമ്മുടെ സൂര്യനേക്കാൾ ശരാശരി 81,500 മടങ്ങ് കൂടുതൽ ഊർജം പുറപ്പെടുവിക്കും. ഈ നക്ഷത്രത്തിൻ്റെ പ്രായം നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിലും നിരവധി ബില്യൺ വർഷങ്ങളോളം പ്രായമുണ്ട്. ഈ നക്ഷത്രം സൂര്യൻ്റെ 3-5 ഇരട്ടി മാസ് കൂടുതലുള്ള ഒരു വെളുത്ത നീല നക്ഷത്രമായിരുന്നു എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. 1 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ നക്ഷത്രത്തിലെ ഹൈഡ്രജൻ്റെ വലിയ ശതമാനം കത്തിത്തീർന്ന് ഹീലിയമായി മാറുകയും നക്ഷത്രം ഒരു ചുവന്ന ഭീമനായി മാറാൻ തുടങ്ങുകയും ചെയ്തു. നക്ഷത്രത്തിൻ്റെ വ്യാസം ഡസൻ കണക്കിന് വലുതായി വളർന്നു. അതിൻ്റെ നിറം ക്രമേണ രക്തചുവപ്പായി മാറി. ഒരു ചുവന്ന ഭീമൻ നക്ഷത്രമായി മാറിയ CW ലിയോണീസ് അതിൻ്റെ ശരത്കാല വർഷത്തിലാണ് ഇന്നുള്ളത്. അടുത്ത 10,000 മുതൽ 30,000 വർഷങ്ങൾക്കുള്ളിൽ നക്ഷത്രത്തിലെ ഊർജം പരിപൂർണമായും തീരുകയും അതിനുശേഷം അതിശക്തമായ ഒരു വിസ്ഫോടനം സംഭവിച്ച് പുറംപാളികളെല്ലാം ബഹിരാകാശത്തിലേക്ക് ലയിച്ചു ചേരുകയും ചെയ്യും. അതിനുശേഷം അവിശ്വസനീയമായ വിധം ചൂടുള്ളതും ഇടതൂർന്നതുമായ ഒരു ബഹിരാകാശ വസ്തുവായി മാറും, വൈറ്റ് ഡ്വാർഫ് അഥവാ വെള്ളക്കുള്ളൻ. അപ്പോൾ സൂര്യൻ്റെ ഏകദേശം 80% അതിൻ്റെ മാസ്. ഊർജ്ജസ്രോതസ് ഇല്ലാതാകുന്നത് കാരണം കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സാവധാനത്തിൽ മാറ്റാനാകാത്ത വിധം ഇത് മങ്ങിപ്പോകും. ഒടുവിൽ നിഗൂഢമായ കറുത്ത കുള്ളനായി മാറി അദൃശ്യനായി പോകും. ഭൂമിയിൽ നിന്നും 202 പ്രകാശവർഷങ്ങൾക്കകലെ K2 141 എന്നൊരു ഓറഞ്ച് കുള്ളൻ നക്ഷത്രമുണ്ട്. നമ്മുടെ സൂര്യൻ്റെ 68% അതിൻ്റെ വലിപ്പം. നക്ഷത്രത്തിൻ്റെ താപനില 4600 കെൽവിൻ, അതായത് സൂര്യനേക്കാളും ഏകദേശം 20% കുറവ്. ഈ നക്ഷത്രത്തിൽ നിന്നും വെറും 0.007 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് മാത്രം അകലത്തിലൂടെ ഒരു ഗ്രഹം വലംബിക്കുന്നുണ്ട്. വളരെ വിചിത്രമായൊരു ലോകം. K2 141b. ഭൂമിയേക്കാളും 5 ഇരട്ടി വലുതാണ് ഈ ഗ്രഹം. കൂടാതെ ഈ ഗ്രഹത്തിൻ്റെ ഉപരിതല ഗുരുത്വാകർഷണ ബലം നമ്മുടെ ഭൂമിക്കുള്ളതിനേക്കാൾ ഇരട്ടിയിൽ കൂടുതൽ ശക്തമാണ്. ഇതിന് കനത്ത ലോക കാമ്പാണുള്ളത്. ഗ്രഹത്തിൻ്റെ മൊത്തം മാസിൻ്റെ 20 മുതൽ 50% മാസം ഉൾക്കൊള്ളുന്നത് ഈ കാമ്പിലാണ്. ഗ്രഹത്തിന് നക്ഷത്രത്തെ വലംവയ്ക്കുവാൻ വേണ്ടിവരുന്നത് ഭൂമിയിലെ വെറും 6 മണിക്കൂറുകൾ മാത്രമാണ്. ഗ്രഹം നക്ഷത്രത്തിൻ്റെ ഇത്രത്തോളം അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗ്രഹം നക്ഷത്രമായി ടൈഡലി ലോക്ക്ഡാണ്. ഗ്രഹത്തിൻ്റെ പകൽവശത്തെ താപനില 3270 കെൽവിൻ അഥവാ 3000 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. ഈ ഒരു വശം നിരന്തരം തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ലാവ നിറഞ്ഞൊഴുകുന്ന സമുദ്രങ്ങളാൽ മൂടപ്പെട്ടതാണ്. ലോഹങ്ങളുടെയും സിലിക്കേറ്റുകളുടെയും നീരാവി കൊണ്ട് നിർമ്മിതമായ ഒരു അന്തരീക്ഷമാണ് ഗ്രഹത്തിനുള്ളത്. രാത്രിവശം നേരെ വിപരീതവുമാണ്. ഇവിടെ അവിശ്വസനീയമായ വിധം തണുത്തു മരവിച്ചിരിക്കുകയാണ്. പകൽവശത്തെ താപനിലയേക്കാൾ ഒരുപാട് കുറവാണ് ഈ പ്രദേശത്തെ താപനില. ഇത്ര വലിയ തോതിലുള്ള താപനില വ്യതിയാനം കാരണം അസാധാരണവും ശക്തവുമായ കാറ്റുണ്ടാകാറുണ്ട്. സെക്കൻഡിൽ 1.75 കിലോമീറ്റർ എന്ന വലിയ വേഗതയിലാണ് ഇവിടെ കാറ്റ് വീശുന്നത്, അതായത് ശബ്ദത്തിൻ്റെ ഇരട്ടി വേഗത. ഗ്രഹത്തിൻ്റെ ഉപരിതലം ഈ അസാധാരണമായ ശക്തമായ കാറ്റുമുഴക്കത്താൽ തുടർച്ചയായി കുലുങ്ങിക്കൊണ്ടേയിരിക്കും. ഈ കാറ്റ് രാത്രിവശത്തെ അന്തരീക്ഷത്തിൽ ഘനീഭവിച്ച് അതിൻ്റെ ഉപരിതലത്തിൽ തീമഴയായി പെയ്തിറങ്ങുകയും ചെയ്യും. ഇത് പിന്നീട് ലാവാ നദിയായി മാറുകയും അതൊഴുകി മാഗ്മ സമുദ്രത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. രാത്രിവശത്തിൻ്റെ അതിർത്തി ഭാഗങ്ങളിൽ മാത്രമേ ഈ തീമഴ പെയ്തിറങ്ങാറുള്ളൂ. രാത്രിവശത്തിൻ്റെ മധ്യഭാഗം തണുത്ത പാറകൾ നിറഞ്ഞ മരവിച്ച മരുഭൂമി പോലെയാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 670 പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന K9b എന്നറിയപ്പെടുന്ന വാതക ഭീമനുണ്ട്. അതിൻ്റെ ഉപരിതലം
4600 കെൽവിൻ ചൂടുള്ളതാണ്. അതായത് ഒരു നക്ഷത്രത്തെ പോലെ ചുട്ടുപഴുത്ത ഗ്രഹം. ഈ ഗ്രഹത്തിൻ്റെ മാതൃനക്ഷത്രം വെള്ളയും നീലയും കലർന്ന വലിയ നക്ഷത്രമാണ്. സൂര്യൻ്റെ 2.6 മടങ്ങ് മാസ് കൂടുതലുള്ള നക്ഷത്രമാണിത്. ഈ നക്ഷത്രത്തിൻ്റെ ഉപരിതല താപനില 99,900 ഡിഗ്രി സെൽഷ്യസോളമാണ്. ഗ്രഹം നക്ഷത്രത്തിൽ നിന്നും 0.035 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നക്ഷത്രത്തിന് ചുറ്റിലും ഏകദേശം 1.5 ദിവസം കൊണ്ട് ഒരു പരിക്രമണം പൂർത്തിയാക്കും. K9b എന്ന ഗ്രഹം വ്യാഴവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ചൂടുള്ള വാതക ഭീമനാണ്. ഇതിൻ്റെ മാസ് വ്യാഴത്തിൻ്റെ 2.8 മടങ്ങിലും കൂടുതലാണ്. ഇതിൻ്റെ റേഡിയസ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഗ്രഹത്തിൻ്റെ ഇരട്ടിയിലും കൂടുതലാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രപഞ്ചത്തിൻ്റെ ആഴങ്ങളിൽ പതിയിരിക്കുന്ന ഏറ്റവും വലിയ അപകടകാരികളായ ബ്ലാക്ക് ഹോളുകളെയാണ്. സമീപത്തുകൂടെ കടന്നുപോകുന്ന പ്രകാശത്തെ പോലും ആഗിരണം ചെയ്യുന്ന ഈ ആകാശ വസ്തുക്കളെ കണ്ടെത്തുക എന്നത് ഒരുപാട് വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേക്കുള്ളിൽ മാത്രം ഏകദേശം 10,000 കോടിയോളം ബ്ലാക്ക് ഹോളുകളുണ്ട്. ഭൂമിയിൽ നിന്നും 3300 പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന V616 എന്ന് വിളിക്കപ്പെടുന്ന ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട്. ഭൂമിക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തമോഗർത്തങ്ങളിൽ ഒന്നാണിത്. കൂടാതെ മോണോസെറസ് എന്ന നക്ഷത്ര സമൂഹത്തിലെ ഒരു ബൈനറി നക്ഷത്രത്തിൻ്റെ ഭാഗവുമാണ്. സിസ്റ്റത്തിലെ മറ്റൊരു വസ്തു സൂര്യൻ്റെ പകുതി മാസുള്ള ഒരു ഓറഞ്ച് ഡ്വാർഫ് നക്ഷത്രമാണ്. ഓരോ 7.75 മണിക്കൂറുകളിലും ഒരു അജ്ഞാത വസ്തുവിനെ ഇത് പൂർണ്ണമായും ഭ്രമണം ചെയ്ത് തീർക്കാറുണ്ട്. ഈ അദൃശ്യ വസ്തുവിന് സൂര്യൻ്റെ 6.6 മടങ്ങ് വലിപ്പമാണുള്ളത്. ഇതേ സമയം തന്നെ ഇതിൻ്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഭീമൻ അയൽക്കാരന് രൂപമാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. കുള്ളൻ നക്ഷത്രത്തിൻ്റെ പുറംപാളിയിൽ നിന്നും വസ്തുക്കളെല്ലാം ചുട്ടുപൊള്ളുന്ന വാതകത്തിൻ്റെ സർപ്പിള പ്രവാഹങ്ങളായി ക്രമേണ തമോഗർത്തത്തിനുള്ളിലേക്ക് പോകുന്നു. വളരെയേറെ ശോഭയുള്ള ഒരു വലിയ അക്രീഷൻ ഡിസ്കായി അത് രൂപപ്പെടുകയും ചെയ്യുന്നു. V616 എന്ന ഈ ബ്ലാക്ക് ഹോളിനെ കണ്ടെത്തിയ പ്രദേശത്തിന് ചുറ്റിലുമായി നിരവധി ഡസൻ കണക്കിന് നക്ഷത്രങ്ങളും അവയ്ക്ക് ചുറ്റിലും ധാരാളം ഗ്രഹവ്യവസ്ഥകളുമുണ്ട്. ഭാവിയിൽ ഇവയിൽ പലതും ബ്ലാക്ക് ഹോളിൻ്റെ സമീപത്തെത്തുകയും അവ പതിയെ ബ്ലാക്ക് ഹോളിലേക്ക് വീഴുകയും ചെയ്യും. നക്ഷത്രങ്ങൾക്ക് ചുറ്റിലും ഗ്രഹങ്ങൾ വലം വയ്ക്കുന്നത് പോലെ തന്നെ തമോഗർത്തങ്ങൾക്ക് ചുറ്റിലും വലം വയ്ക്കുന്ന ഗ്രഹങ്ങളുമുണ്ട്. കാരണം ചുറ്റിലുമുള്ള സകല വസ്തുക്കളെയും ബ്ലാക്ക് ഹോളുകൾക്ക് വലിച്ചടിപ്പിക്കുവാൻ സാധിക്കില്ല. അവ ഒരേ മാസുള്ള മറ്റൊരു നക്ഷത്രത്തെ പോലെ തന്നെയാണ് പെരുമാറുന്നത്. പ്രപഞ്ചത്തിൽ പ്രധാനമായും 3 തരം ബ്ലാക്ക് ഹോളുകളാണുള്ളത്. അവ മാസിൻ്റെ കാര്യത്തിൽ പരസ്പരം വ്യത്യസ്തരുമാണ്. ഒട്ടുമിക്ക സർപ്പിള ഗാലക്സികളുടെയും, അതായത് സ്പൈറൽ ഗാലക്സികളുടെയും മധ്യഭാഗത്ത് കാണപ്പെടുന്നവയാണ് കോടാനുകോടി സൗരപിണ്ഡങ്ങൾ അടങ്ങുന്ന അതിഭീമൻ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ. ഗാലക്സികളുടെ മധ്യഭാഗത്തുള്ള മാറ്ററിൻ്റെ സാന്ദ്രത സാധാരണ ഉയർന്നതാണ്. അവിടെ വലിപ്പം കൂടിയതും തിളക്കമേറിയതുമായ ധാരാളം നക്ഷത്രങ്ങൾ തൊട്ടടുത്തായി രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇവ വേഗതയിൽ കത്തിത്തീർന്ന് ബ്ലാക്ക് ഹോളുകളായി മാറുകയും ചെയ്യും. അവ പരസ്പരം ലയിച്ച് അതിഭീമൻ ബ്ലാക്ക് ഹോളുകളായി മാറും. ഇവ ഒരുപാട് വലിപ്പമുള്ള അക്രീഷൻ ഡിസ്കുകളാൽ ചുറ്റപ്പെട്ടുമിരിക്കുന്നു. കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾക്ക് അകലെ നിന്ന് പോലും ഇവയെ കാണുവാൻ സാധിക്കുന്ന അത്രത്തോളം പ്രകാശമുണ്ടായിരിക്കും. സജിറ്റേരിയസ് എ സ്റ്റാർ എന്ന അതിഭീകര സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണ് നമ്മുടെ ഗാലക്സിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഗാലക്സിയിൽ ഇരുണ്ടതും കണ്ടെത്താൻ സാധിക്കാത്തതുമായ ധാരാളം വസ്തുക്കളുണ്ട്. അവയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തമോഗർത്തങ്ങളുമുണ്ട്. നക്ഷത്രാന്തര ബഹിരാകാശത്ത് ചുറ്റി സഞ്ചരിച്ച് ഇവർ കാണുന്ന ഓരോ പ്രകാശത്തെയും ആഗിരണം ചെയ്യുകയാണ്. നമ്മുടെ ക്ഷീരപഥം ഒരു സ്പൈറൽ അഥവാ സർപ്പിള വിഭാഗത്തിൽപ്പെടുന്ന ഗാലക്സിയാണ്. ഇതിന് ഇന്നത്തെ ഈ രൂപം സ്വീകരിക്കുവാൻ വളരെയേറെ സമയം വേണ്ടി വന്നു. ഒരുപാട് പഴക്കം ചെന്ന ഗാലക്സിയാണ് ആകാശഗംഗ. ഇതിൻ്റെ മധ്യഭാഗത്തുള്ള ക്ലസ്റ്ററുകളിലെ നക്ഷത്രങ്ങൾ ഏകദേശം 13 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പേ രൂപം കൊണ്ടവയാണ്. അതുപോലെ തന്നെ ക്ഷീരപഥത്തിൽ നക്ഷത്രങ്ങൾ സജീവമായി ജനിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രദേശങ്ങളുണ്ട്. അതായത് യുവനക്ഷത്രങ്ങളുടെ ഒരു പുതിയ ശേഖരം എപ്പോഴും ഉണ്ടാകും. നമ്മുടെ ഗാലക്സിയിൽ കുറഞ്ഞത് 40,000 കോടി വ്യത്യസ്തങ്ങളായ നക്ഷത്രങ്ങളുണ്ട്. അവയിൽ 25 മുതൽ 100 ബില്യൺ വരെ തവിട്ടുകുള്ളന്മാരാണ്. കൂടാതെ ചെറുതും വലുതുമായ 1 ട്രില്യനോളം ഗ്രഹങ്ങളും എണ്ണമറ്റ ചിഹ്നഗ്രഹങ്ങളും കോസ്മിക് പൊടിപടലങ്ങളും ഇൻ്റർസ്റ്റെല്ലർ വാതക മേഘങ്ങളും എല്ലാമുണ്ട്. ക്ഷീരപഥത്തിൻ്റെ മൊത്തത്തിലുള്ള മാസിൻ്റെ 90% മാസും
നമുക്ക് ഇന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത മാറ്ററാണ്. ആ മാറ്ററിനെ നമ്മൾ ഡാർക്ക് മാറ്റർ എന്നാണ് വിളിക്കുന്നത്. അതായത് ഗാലക്സി പിണ്ഡത്തിൻ്റെ ഭൂരിഭാഗവും അദൃശ്യമായി തന്നെ തുടരുകയാണ്. നമ്മുടെ ഗാലക്സിയുടെ ആകെ മാസ് ഏകദേശം 1.5 ട്രില്യൺ സോളാർ മാസാണ്. ഗാലക്സിയുടെ ഒരു പ്രദേശം വാതകത്തിൻ്റെയും പൊടിപടലങ്ങളുടെയും പടുകൂറ്റൻ മേഘങ്ങളാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ മിക്ക സ്പൈറൽ ഗാലക്സികളെയും പോലെ തന്നെ ബാർട്സ് വിൻഡോ എന്നറിയപ്പെടുന്ന പൊടിപടലങ്ങൾ കുറവുള്ള സ്ഥലത്തുകൂടെ നമുക്കിതിനെ നിരീക്ഷിക്കുവാൻ കഴിയും. ക്ഷീരപഥത്തിൻ്റെ മധ്യഭാഗത്ത് സജിറ്റേരിയസ് എ സ്റ്റാർ എന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണുള്ളത് എന്ന് നമ്മൾ ആദ്യം കണ്ടു കഴിഞ്ഞു. ഇതിന് ഏകദേശം 3 പ്രകാശവർഷത്തോളം റേഡിയസുള്ള വൃത്താകൃതിയായ ഒരു അക്രീഷൻ ഡിസ്കാണുള്ളത്. അതിൻ്റെ മാസ് 4.3 ദശലക്ഷം സൗരപിണ്ഡമാണ്. ഗാലക്സിയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനെ കുറിച്ച് നമുക്ക് അത്ര അറിവില്ലായിരുന്നു. ഈ ഒരു ബ്ലാക്ക് ഹോളിനെ കുറിച്ചുള്ള സമഗ്രമായ ഡേറ്റകൾ ലഭിച്ചത് 2022 മെയ് മാസം 12-ാം തീയതി മാത്രമാണ്. ബ്ലാക്ക് ഹോളിൻ്റെ ചുറ്റിലുമുള്ള ഗാലക്സിയുടെ മധ്യഭാഗത്തെ പ്രദേശം വളരെയേറെ പോപ്പുലേറ്റഡ് ആണ്. 6000-ലും കൂടുതൽ നക്ഷത്രങ്ങളാണ് ഇതിനോടകം അവിടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഡെസിഗ്നേഷൻ X62 വിഭാഗത്തിൽപ്പെടുന്ന ഒരു വെളുത്ത നീല നക്ഷത്രം തമോഗർത്തത്തിൽ നിന്നും 17.8 ആസ്ട്രോണമിക്കൽ ദൂരത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ബഹിരാകാശത്തെ ഈ ഒരു പ്രദേശം കടക്കുമ്പോൾ ഏകദേശം 1 ദശലക്ഷം സോളാർ മാസും ഏകദേശം 200 പ്രകാശവർഷത്തിൽ അകലെയുള്ള നിരവധി വലിയ നക്ഷത്രങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ നമ്മൾ കേന്ദ്രത്തിൽ എത്തിച്ചേരും. 1600 മുതൽ 1900 വരെ പ്രകാശവർഷത്തോളം വ്യാസമുള്ള ഒരു അസാധാരണ ആകൃതിയുള്ള പ്രദേശം. ഇതിൻ്റെ മാസ് 60 ദശലക്ഷത്തിലും അധികം സോളാർ മാസാണ്. ധാരാളം സ്റ്റെല്ലാർ നേഴ്സറികളും ഗ്യാസ് നെബുലകളും പ്രോട്ടോസ്റ്റാറുകളും സൂപ്പർനോവയുടെ അവശിഷ്ടങ്ങളുമെല്ലാം ഇവിടെയുണ്ട്. മേഘങ്ങളിൽ ഭൂരിഭാഗവും സാന്ദ്രതയേറിയ ഹൈഡ്രജനാണുള്ളത്. 10,000 പ്രകാശവർഷത്തോളം അടുത്തെത്തി കഴിയുമ്പോൾ ദീർഘവൃത്താകൃതിയും തിളക്കം കൂടിയതുമായ ഒരു ഭീകരമായ രൂപീകരണം കാണുവാൻ സാധിക്കും. അതിൻ്റെ വ്യാസം ഏകദേശം 7 പ്രകാശവർഷത്തോളമാണ്. ഈ രൂപീകരണത്തിൻ്റെ ആകെ മാസ് സൂര്യൻ്റെ 10 ബില്യൺ മാസിലും കൂടുതലാണ്. ഈ നക്ഷത്ര സമൂഹത്തിൻ്റെ ഒരറ്റത്ത് ഏറ്റവും വലിപ്പം കൂടിയ നക്ഷത്രം ഉൾക്കൊള്ളുന്ന സ്റ്റിവൻസൺ 2 എന്ന നക്ഷത്ര സമൂഹത്തെയും കാണുവാൻ സാധിക്കും. ഇതിലാണ് സ്റ്റിവൻസൺ 218 സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ റേഡിയസ് സൂര്യൻ്റെ 2150 മടങ്ങിലും കൂടുതലാണ്. ഇതിനു ചുറ്റിലും ഒരു ഗ്രഹവും നിലനിൽക്കുവാനുള്ള സാധ്യതകളില്ല. ഒരുപക്ഷെ ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഹൈപ്പർ ഭീമൻ അതിനെയെല്ലാം വിഴുങ്ങിക്കളഞ്ഞിട്ടുണ്ടാകും. ഗാലക്സിയുടെ കേന്ദ്രത്തിൽ നിന്നും ഏകദേശം 27,000-ഓളം പ്രകാശവർഷങ്ങൾ അകലെയാണ് നമ്മൾ വസിക്കുന്ന സൗരയൂഥം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഭൂമിയുടെ ദിശയിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഗാലക്സിയുടെ കേന്ദ്രം ഇരുണ്ടതായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. ഇതിനെ ഗ്രേറ്റ് ഡ്രിഫ്റ്റ് എന്നാണ് വിളിക്കുക. ക്ഷീരപഥത്തിൻ്റെ ഭൂരിഭാഗവും നമ്മുടെ നോട്ടത്തിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്ന പ്രദേശം. ഇവിടെ നക്ഷത്രാന്തര വാതകങ്ങളുടെയും പൊടിപടലങ്ങളുടെയും പടുകൂറ്റൻ മേഘങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇതിൻ്റെ മൊത്തത്തിലുള്ള മാസ് സൂര്യൻ്റെ മാസിൻ്റെ 1 ദശലക്ഷം മടങ്ങെങ്കിലും കൂടുതലാണ്. ഈ മേഘങ്ങളിൽ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജനും ചെറിയ അളവിൽ കൂടുതൽ സങ്കീർണമായ സംയുക്തങ്ങളായ അമോണിയയും ആൽക്കഹോളും അമിനോ ആസിഡുകളുമാണ്. ക്ഷീരപഥത്തിൻ്റെ പരിസരങ്ങളിൽ വലിയ അളവിൽ തന്നെ ഡാർക്ക് മാറ്റർ അഥവാ ഇരുണ്ട ദ്രവ്യം ചിതറിക്കിടക്കുന്നതായാണ് കരുതപ്പെടുന്നത്. 2 ദശലക്ഷം പ്രകാശവർഷത്തോളം നീണ്ടുകിടക്കുന്ന ഇത് വൈദ്യുതകാന്തിക വികിരണങ്ങളൊന്നും പുറപ്പെടുവിക്കുന്നില്ല. ഗുരുത്വാകർഷണ പ്രതിപ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമുക്കിവയെ കണ്ടെത്താൻ സാധിക്കൂ. ഇന്നും പരിഹരിക്കപ്പെടാത്ത രഹസ്യമായി തുടരുന്ന ഈ ഡാർക്ക് മാറ്റർ നമ്മുടെ ഗാലക്സിയുടെ സ്ഥിരതയ്ക്ക് വളരെയധികം സംഭാവനകൾ നൽകുന്നുണ്ട്. നമ്മുടെ ഗാലക്സിയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ ബഹിരാകാശത്തിൻ്റെ ഓരോ കോണിലും എണ്ണമറ്റ എന്തുമാത്രം രഹസ്യങ്ങളാണ് ഒളിഞ്ഞു കിടക്കുന്നത് എന്ന്. ഇവയിൽ വളരെ ചിലത് മാത്രം നമുക്ക് പരിഹരിക്കാൻ സാധിക്കാറുമുണ്ട്. അങ്ങനെ പ്രപഞ്ച രഹസ്യങ്ങൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കി തുടങ്ങുന്നു. 1885 ഭൂമിയിലെ എല്ലാ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെയും ശ്രദ്ധ ഒരു അത്ഭുതകരമായ ജ്യോതിശാസ്ത്ര സംഭവത്തിലേക്ക് തിരിയുന്നു. ആൻഡ്രോമിഡ നെബുലയുടെ മേഖലയിലെ അസാധാരണമായൊരു തിളക്കമുള്ള ജ്വാല അതിൻ്റെ പ്രകാശത്താൽ ഏറ്റവും അടുത്തുള്ള നക്ഷത്രങ്ങളെയും ഹ്രസ്വമായി മറിച്ചു കളയുന്നു. ഈ അത്ഭുതകരമായ സൂപ്പർനോവയെ എസ് ആൻഡ്രോമിഡ എന്ന് വിളിച്ചു. ഇതിൻ്റെ അസാധാരണമായ പാരാമീറ്ററുകൾ
ജ്യോതിശാസ്ത്രജ്ഞന്മാരെ വർഷങ്ങളോളം ആശയക്കുഴപ്പത്തിലാക്കി മാറ്റി. എന്നാൽ വെറും 6 മാസത്തിനു ശേഷം ആ നക്ഷത്രം അതിവേഗം മങ്ങിത്തുടങ്ങി. ഒടുവിൽ ആകാശത്തു നിന്ന് അത് എന്നേക്കുമായി അപ്രത്യക്ഷമായി പോയി. നിർഭാഗ്യവശാൽ ആ സമയത്ത് പ്രപഞ്ചത്തിന്റെ ഘടനയെക്കുറിച്ചുള്ള മനുഷ്യന്റെ ധാരണ വളരെ 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 പരിമിതമായിരുന്നു. ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് കോസ്മിക് വസ്തുക്കളിലേക്കുള്ള ദൂരം കൃത്യമായി അളക്കുവാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ആൻഡ്രോമിഡ നക്ഷത്ര സമൂഹത്തിലെ തിളക്കമുള്ള M31 എന്ന വസ്തുവിനെ ക്ഷീരപഥത്തിന്റെ ഭ്രാന്തപ്രദേശത്തുള്ള ഒരു സാധാരണ പ്രതിഫലന വസ്തുവായിട്ടാണ് കരുതിയിരുന്നത്. എന്നാൽ 1920കളിൽ കൂടുതൽ ശക്തമായ ദൂരദർശിനികളും ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും കാരണം സ്ഥിതി ആകെ മാറി മറിയാൻ തുടങ്ങി. എഡ്വിൻ ഹബിളും മറ്റു ജ്യോതിശാസ്ത്രജ്ഞന്മാരും നടത്തിയ നിരീക്ഷണങ്ങൾ ആൻഡ്രോമിഡ നെബുല ക്ഷീരപഥം പോലെ തന്നെയുള്ള ഒരു സ്വതന്ത്ര ഗാലക്സിയാണ് എന്ന് തെളിഞ്ഞു. അതിനുശേഷം ഏകദേശം 1 നൂറ്റാണ്ടോളം കടന്നുപോയി. ശാസ്ത്രം അതിശയകരമായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആൻഡ്രോമിഡ ഗാലക്സിക്ക് സർപ്പിള ഘടനയാണ് ഉള്ളത് എന്നും അതിൽ ഏകദേശം 1 ട്രില്യൺ നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നും നമുക്കറിയാം. അതിൻ്റെ വ്യാസം ഏകദേശം 1,50,000 പ്രകാശവർഷത്തിലും കൂടുതലാണ്. അതിൻ്റെ മാസം ഏകദേശം 800 ബില്യൺ മുതൽ 1.2 ട്രില്യൺ സൗരപിണ്ഡം വരെയാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. എല്ലാ സർപ്പിള ഗാലക്സികളെയും പോലെ തന്നെ ആൻഡ്രോമിഡയിലും ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങളുടെ സമൃദ്ധിയുണ്ട്. കൂടാതെ അതിൻ്റെ ഘടനയിൽ വലിയ അളവിൽ ഇരുണ്ട ദ്രവ്യവും അടങ്ങിയിരിക്കുന്നു. ദശലക്ഷക്കണക്കിന് അടുത്തുള്ള നക്ഷത്രങ്ങളാൽ നിർമ്മിതമായ അതിൻ്റെ കേന്ദ്രഭാഗത്തിൻ്റെ പ്രകാശം അത്രത്തോളം ശക്തമാണ്. അതുകൊണ്ട് തന്നെ 1885 പൊട്ടിത്തെറിച്ച സൂപ്പർനോവയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് വളരെ കാലം അസാധ്യമായി തന്നെ തുടർന്നു. എന്നിരുന്നാലും പഴയ രേഖകൾ സൂചിപ്പിച്ചത് ആ സൂപ്പർനോവ ഗാലക്സിയുടെ മധ്യഭാഗത്ത് പൊട്ടിത്തെറിച്ചതാണ് എന്നാണ്. ഒടുവിൽ 1988, അതായത് ഈ സംഭവം നടന്ന് 103 വർഷങ്ങൾക്ക് ശേഷം ഗാലക്സിയുടെ ന്യൂക്ലിയസിൽ നിന്നും ചെറിയ അകലത്തിൽ ഒരു ചെറിയ നെബുല കണ്ടെത്തി. സ്പെക്ട്രൽ വിശകലനവും ശരിയായ ചലന മോഡലിംഗും ഉപയോഗിച്ച് മിന്നിക്കൊണ്ടിരിക്കുന്ന മധ്യമേഖലയുടെ പശ്ചാത്തലത്തിൽ കാണപ്പെട്ട ഒരു ഇരുണ്ട പൊട്ട് എസ് ആൻഡ്രോമിഡയുടെ അവശിഷ്ടമാണ് എന്ന് സ്ഥിരീകരിച്ചു. ആൻഡ്രോമിഡയുടെ മധ്യഭാഗത്തെ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ മറ്റ് സർപ്പിള ഗാലക്സികളിൽ നിന്നും അതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു വിചിത്രമായ സവിശേഷത നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അസാധാരണമായ ഒരു ഇരട്ട ന്യൂക്ലിയസ്. അതിൻ്റെ ഉത്ഭവം ഇന്നും പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടേയില്ല. തിളക്കമുള്ളതും വലുതുമായ ഭാഗം ഗാലക്സിയുടെ ജാമിതീയ കേന്ദ്രത്തിൽ നിന്നും ഒരൽപ്പം അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിരവധി തിളക്കമുള്ള നക്ഷത്രങ്ങൾ ചേർന്ന ഒരു ഭീമൻ സൂപ്പർ ക്ലസ്റ്ററാണ്. മറുവശം രണ്ടാമത്തെ ഭാഗം കേന്ദ്രത്തോട് വളരെ അടുത്താണ്. അത് മങ്ങിയതും ചെറുതുമായ പ്രദേശമാണ്. അവിടെ സൂര്യനേക്കാൾ ഏകദേശം 50 ദശലക്ഷം മടങ്ങ് ഭാരമുള്ള ഒരു സൂപ്പർ മാസീവ് തമോഗർത്തം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നത്. ഇത്തരത്തിലുള്ള വിചിത്ര പ്രതിഭാസത്തിന്റെ യഥാർത്ഥ സ്വഭാവം ഇന്നും ശാസ്ത്രലോകത്തിൽ ചർച്ചാ വിഷയമാണ്. ചില സിദ്ധാന്തങ്ങൾ പ്രകാരം ആൻഡ്രോമിഡയിൽ ആഗിരണം ചെയ്യപ്പെട്ട ഒരു ഉപഗ്രഹ ഗാലക്സിയുടെ കാമ്പാണ് ഈ പ്രകാശമുള്ള പ്രദേശം. മറ്റു ചില സിദ്ധാന്തങ്ങൾ പ്രകാരം ഇതൊരു ഏകീകൃത ഘടനയായിരിക്കാം. എന്നാൽ പൊടിപടലങ്ങൾ അതിനെ രണ്ടായി കാണിക്കുന്ന ഒപ്റ്റിക്കൽ സ്വഭാവം സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് അഭിപ്രായം. അതിനാവശ്യമായ തെളിവുകൾ ഇപ്പോഴും ശേഖരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ആൻഡ്രോമിഡയുടെ മധ്യഭാഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ ഗാലക്സിയിലെ ഏറ്റവും നിഗൂഢമായ വസ്തുക്കളിൽ ഒന്നിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ അതിനെ ശക്തമായ ഒപ്റ്റിക്കൽ ദൂരദർശിനികളാൽ പോലും കാണുവാൻ കഴിയാത്തതാണ് എന്നതാണ്. എന്നാൽ എക്സ്റേ സ്പെക്ട്രത്തിൽ നിരീക്ഷിക്കുമ്പോൾ ഇത് ഗാലക്സിയിലെ ഏറ്റവും തിളക്കമുള്ള ഒരു ബിന്ദുവായി മാറുന്നു. നിരീക്ഷണങ്ങൾ പ്രകാരം ഇത് 2 ഘടകങ്ങൾ ചേർന്ന ഒരു സിസ്റ്റമാണ്. ഇതിൽ ഒന്ന് വളരെ ചെറിയ മാസുള്ള ഒരു ന്യൂട്രോൺ നക്ഷത്രമാണ്. ഏതാനും ഡസൻ കിലോമീറ്റർ മാത്രം വ്യാസമുള്ള ഈ നക്ഷത്രം ഓരോ 3 സെക്കൻഡിലും തൻ്റെ അച്ചുതണ്ടിന് ചുറ്റും ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തിയാക്കുന്നു. രണ്ടാമത്തെ നക്ഷത്രം ഒരു ചുവന്ന ഭീമനാകാമെന്നാണ് കരുതപ്പെടുന്നത്. ഈ 2 വസ്തുക്കളുടെയും ആകെ മാസ് 3 സൗരപിണ്ഡങ്ങളിൽ കൂടുതലല്ല. എന്നാൽ അവയ്ക്കിടയിലുള്ള ദൂരം അത്യന്തം ചെറുതാണ്.
ഓരോ 4 മണിക്കൂറിലും ന്യൂട്രോൺ നക്ഷത്രം മറ്റേ നക്ഷത്രത്താൽ മറയ്ക്കപ്പെടുന്നു. അതിനാൽ അതിന്റെ പ്രകാശം പെട്ടെന്ന് കുറയുകയും എന്നാൽ പിന്നീട് വീണ്ടും അത് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ ചെറിയ അകലത്തിന്റെ ഫലമായി ന്യൂട്രോൺ നക്ഷത്രം തന്റെ സഹതാരകത്തെ ക്രമേണ ആഗിരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണക്കുകൂട്ടലുകൾ പ്രകാരം ഈ പ്രക്രിയ ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം തുടർന്നുകൊണ്ടേയിരിക്കും. ഒടുവിൽ രണ്ടാമത്തെ നക്ഷത്രം ടൈഡൽ ഫോഴ്സുകളാൽ കീറിമുറിഞ്ഞ് ചൂടുള്ള ഒരു വളയാകൃതിയിലുള്ള നെബുലയായി മാറും. ഇത്തരത്തിലുള്ള നിരവധി നക്ഷത്രങ്ങൾ ചേർന്നാണ് ആൻഡ്രോമഡയുടെ കാമ്പിന് ചുറ്റിലുമുള്ള വലിയ ബൾജ് രൂപപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 12,000 പ്രകാശവർഷം വ്യാസമുള്ള ഈ മേഖലയ്ക്ക് ശ്രദ്ധേയമായ നീളമേറിയ ആകൃതിയാണുള്ളത്. M31 വ്യക്തമായൊരു ബാർ ഘടനയുണ്ട്. പക്ഷേ അതിൻ്റെ ഇടുങ്ങിയ ഭാഗം ഭൂമിയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നതിനാൽ അത് നമുക്ക് മിക്കവാറും ദൃശ്യമാണ്. ഈ ബാറിൻ്റെ നീളം കൂടിയ പ്രദേശം 1,77,000 പ്രകാശവർഷത്തോളം വലുതാണ്. ഗാലക്സിയുടെ മൊത്തം മാസിന്റെ ഏകദേശം 30% ഈ മധ്യഭാഗത്ത് മാത്രമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ ബാറിന്റെ അരികുകളിൽ നിന്നും 2 ഭീമൻ സർപ്പിള കൈകൾ പുറത്തേക്ക് നീളുന്നു. അവയ്ക്കിടയിൽ ഇരുണ്ട വിടവുകളുമുണ്ട്. ചില ഭാഗങ്ങളിൽ അവയുടെ വീതി 13,000 പ്രകാശവർഷം വരെ എത്തുന്നു. ആൻഡ്രോമഡയുടെ സർപ്പിള കൈകളിൽ ഗാലക്സിയുടെ നക്ഷത്രപിണ്ഡത്തിന്റെ 56% അടങ്ങിയിരിക്കുന്നുണ്ട്. ഇവിടെ ഇൻഡർസ്റ്റെല്ലർ വാതകവും പൊടിപടലങ്ങളും പുതിയ നക്ഷത്രങ്ങളുടെ ജനന കേന്ദ്രമാക്കി മാറ്റുന്നു. കാലക്രമേണ ഈ വാതക പൊടിമേഘങ്ങൾ തുറന്ന ക്ലസ്റ്ററുകളായും അസോസിയേഷനുകളായും പരിണമിക്കുന്നു. അതുപോലുള്ള ഒരു ക്ലസ്റ്ററിന്റെ ഉള്ളിലാണ് AE ആൻഡ്രോമിഡ എന്ന അസാധാരണമായൊരു നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ഗാലക്സിക്കുള്ളിലെ ഏറ്റവും തിളക്കം കൂടിയ നക്ഷത്രങ്ങളിൽ ഒന്നായ ഇത് ഒരു ചൂടുള്ള നീല ഭീമൻ നക്ഷത്രമാണ്. ഇതിന്റെ പ്രകാശം പ്രവചനാതീതമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള വസ്തുക്കളെ ലുമിനസ് ബ്ലൂ വേരിയബിൾസ് എന്നാണ് വിളിക്കുന്നത്. വളരെ ഉയർന്ന താപനിലയും മർദ്ദവും കാരണം ഇത്തരത്തിലുള്ള നക്ഷത്രങ്ങൾ അത്യന്തം അപൂർവമാണ്. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് അറിയാവുന്നത് ഏതാനും ഡസൻ നക്ഷത്രങ്ങൾ മാത്രമാണ്. AE ആൻഡ്രോമഡയുടെ പുറംപാളികൾ സ്ഥിരമായ അസ്ഥിരാവസ്ഥയുള്ളവരാണ്. അതിൻ്റെ ഉള്ളിലെ പ്രക്രിയകൾ അത്യന്തം കലാപരവും പ്രവചനാതീതവുമാണ്. കാലാകാലങ്ങളായി ചുവന്ന ചൂടുള്ള പ്ലാസ്മയുടെ വലിയ പ്രവാഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഭീമൻ ജ്വാലകൾ സൃഷ്ടിക്കപ്പെടുന്നു. ചിലപ്പോൾ ഈ ജ്വാലകൾ നക്ഷത്രത്തിന്റെ തെളിച്ചം പല മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ശക്തമായ ഇത്തരം സംഭവങ്ങളെ സൂപ്പർനോവ ഇംപോസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. ആധുനിക അൾട്രാ പ്രൈസറ്റ് ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങൾ പ്രകാരം AE ആൻഡ്രോമഡയുടെ മാസ് 50 മുതൽ 120 സൗരപിണ്ഡം വരെയാണ്. അതിൻ്റെ ആരമെന്നത് സൂര്യൻ്റെ ആരത്തിൻ്റെ 55 മടങ്ങ് വരെയും എത്താം. ഇതിൻ്റെ ഉപരിതല താപനില ഏകദേശം 20,000 കെൽവിനാണ്. പ്രകാശമാനത സൂര്യനേക്കാൾ 5 ലക്ഷം മുതൽ 7 ലക്ഷം മടങ്ങിലും കൂടുതലാണ്. മറ്റെല്ലാ നീലഭീമന്മാരെയും പോലെ തന്നെ ഇത് അതിശക്തമായ നക്ഷത്ര കാറ്റും സൃഷ്ടിക്കുന്നുണ്ട്. ചില കണക്കുകൾ പ്രകാരം ഈ കാറ്റിൻ്റെ വേഗത സെക്കൻഡിൽ 1000 കിലോമീറ്റർ വരെ എത്താം. അതിൻ്റെ ഫലമായി ഓരോ സെക്കൻഡിലും ക്വാഡ്രില്യൺ ടൺ ദ്രവ്യം നക്ഷത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നിരുന്നാലും ഇത്ര വലിയ നക്ഷത്രത്തിന് ഇത് വളരെ ചെറിയ നഷ്ടം മാത്രമാണ്. AE ആൻഡ്രോമഡയുടെ പ്രായം ഏകദേശം 2 ദശലക്ഷം വർഷം മാത്രമാണെങ്കിലും ബഹിരാകാശ മാനദണ്ഡങ്ങൾ പ്രകാരം ഇത് വെറും നിമിഷങ്ങൾക്ക് തുല്യമാണ്. അടുത്ത ഏതാനും ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ഈ നക്ഷത്രം തൻ്റെ ജീവിതചക്രത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കും. അതേസമയം ആൻഡ്രോമിഡയിലെ നക്ഷത്രങ്ങളുടെ പ്രായ വിതരണം ഗാലക്സിയുടെ ചരിത്രത്തെക്കുറിച്ച് വലിയ വിവരങ്ങൾ നൽകുന്നു. ഏറ്റവും പഴയ നക്ഷത്രങ്ങൾ ഏകദേശം 11 മുതൽ 13 ബില്യൺ വർഷം വരെ പഴക്കമുള്ളവ ഗാലക്സിയുടെ മധ്യഭാഗത്താണ് കൂടുതലും കാണപ്പെടുന്നത്. വിപരീതമായി സർപ്പിള കൈകളിൽ യുവനക്ഷത്രങ്ങളാണ് കൂടുതലായും ഉള്ളത്. ഇവയിൽ ചിലത് ഏതാനും ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ജനിച്ചത്. അതായത് ആൻഡ്രോമിഡ തൻ്റെ തുടക്കത്തിൽ വളരെ ചെറുതും ദീർഘവൃത്താകൃതിയുമുള്ളതുമായ ഒരു ഗാലക്സി ആയിരിക്കാം. ഈ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രജ്ഞന്മാർ ഗാലക്സി വാസയോഗ മേഖല എന്ന ആശയം തന്നെ നിർവചിച്ചു. ആൻഡ്രോമിഡയുടെ മധ്യഭാഗത്തെ അത്യധികം വികിരണവും നക്ഷത്രങ്ങളുടെ സാന്ദ്രതയും കാരണം അവിടെ ജീവന്റെ ഉത്ഭവം അസാധ്യമാകാമെന്നാണ് കരുതുന്നത്. എന്നാൽ മറുവശത്ത് ഗാലക്സിയുടെ അതിർത്തികളിലുള്ള മേഖലകളിൽ ഭാരമേറിയ മൂലകങ്ങളുടെ കുറവുണ്ട്. അതിനാൽ മധ്യഭാഗത്തുള്ള ഈ പ്രദേശങ്ങളാണ്
സിദ്ധാന്തപരമായി ഏറ്റവും അനുയോജ്യമായ വാസയോഗ്യ മേഖലകൾ. ഇത്തരത്തിലുള്ള ഒരു മേഖലയിലാണ് മെഗാ ML7 എന്ന മങ്ങിയ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. മൈക്രോ ലെൻസിംഗ് എന്ന പ്രതിഭാസം ഉപയോഗിച്ച് 1999 ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഈ നക്ഷത്രത്തെ കൂടുതൽ വിശദമായി പഠിച്ചു. അത് സൂര്യന്റെ മാസിന്റെ ഏകദേശം 50% മാത്രം ഭാരമുള്ള ഒരു ചുവന്ന കുള്ളനാണെന്ന് കണ്ടെത്തി. അതിന്റെ ഉപരിതല താപനില ഏകദേശം 3700 കെൽവിനാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ നക്ഷത്രത്തിന്റെ ചലനത്തിലെ ചെറിയ വ്യതിയാനങ്ങളായിരുന്നു. അതൊരു വലിയ കൂട്ടുകാരന്റെ സാന്നിധ്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സാങ്കല്പിക വസ്തുവിന് മെഗാ ML7b എന്ന പേരിട്ടു. ഇത് യഥാർത്ഥത്തിൽ നിലവിലുണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ക്ഷീരപഥത്തിന് പുറത്ത് കണ്ടെത്തുന്ന ആദ്യത്തെ എക്സോ പ്ലാനറ്റ് ആയിരിക്കും ഇത്. കണക്കുകൾ പ്രകാരം ഇതിന് വ്യാഴത്തിന്റെ 6.3 മടങ്ങ് മാസുള്ള ഒരു വാതക ഭീമനായിരിക്കാം. ആൻഡ്രോമിഡ ഗാലക്സിയുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത അതിലെ വമ്പിച്ച നക്ഷത്ര ക്ലസ്റ്ററുകളാണ്. M31 ഏകദേശം 460 ഗോളീയ ക്ലസ്റ്ററുകളും 10,000-ലും അധികം തുറന്ന ക്ലസ്റ്ററുകളും ഉള്ളതായി അറിയപ്പെടുന്നു. ഇവയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് NGC 206. ഏകദേശം 200 പ്രകാശവർഷത്തോളം വ്യാസമുള്ള ഈ ഭീമൻ അസോസിയേഷനിൽ 100 കണക്കിന് തിളക്കമുള്ള നക്ഷത്രങ്ങളും ലക്ഷക്കണക്കിന് മങ്ങിയ നക്ഷത്രങ്ങളും അടങ്ങിയിരിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നത് ആൻഡ്രോമിഡയുടെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ കോസ്മിക് കൂട്ടിയിടികളുടെ ഫലമായിട്ടാണ് ഈ ഘടനകളിൽ പലതും രൂപപ്പെട്ടത് എന്നാണ്. കണക്കുകൾ പ്രകാരം ആൻഡ്രോമിഡ തൻ്റെ ചരിത്രത്തിൽ 100-ലധികം ഉപഗ്രഹ ഗാലക്സികളെ ആഗിരണം ചെയ്തിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രശസ്തമായതാണ് M32. ഏകദേശം 800 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇത് ആൻഡ്രോമിഡയുമായി ഭീമൻ കൂട്ടിയിടിയിൽ ഏർപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. അതിൻ്റെ ഫലമായി M32 തൻ്റെ ഭൂരിഭാഗം നക്ഷത്രങ്ങളെയും നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇന്ന് നമ്മൾ കാണുന്ന M32 ഒരിക്കൽ നിലനിന്നിരുന്ന ഒരു വലിയ ഗാലക്സിയുടെ അവശിഷ്ടം മാത്രമാണെന്ന് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നു. ഇത് പൂർണ്ണമായ ഒരു എലിപ്റ്റിക്കൽ ഗാലക്സിയോ അല്ലെങ്കിൽ ചെറിയൊരു സർപ്പിള ഗാലക്സിയോ ആയിരിക്കാം. എന്നാൽ ആ മഹാദുരന്തത്തിന് ശേഷം അതിൻ്റെ മധ്യഭാഗം മാത്രം നിലനിന്നു. സ്പിറ്റ്സർ പരിക്രമണ ദൂരദർശനിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം ആൻഡ്രോമിഡയുടെ ഡിസ്കിലൂടെ അതിവേഗതയിൽ തുളച്ചു കയറിയ ഈ വലിയ കൂട്ടിയിടി ഒരു സർപ്പിള കൈയിൽ ഭീമാകാരമായൊരു ദ്വാരം തന്നെ സൃഷ്ടിച്ചു. ആ ആഘാതത്തിൽ M32 ഭൂരിഭാഗം നക്ഷത്രങ്ങളെയും നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതിൻ്റെ പഴയ രൂപത്തിലേക്ക് അതിനൊരിക്കലും മടങ്ങിയെത്തുവാൻ സാധിക്കുകയേയില്ല. M32 പുറമെ ആൻഡ്രോമിഡയ്ക്ക് അദൃശ്യ ഗുരുത്വാകർഷണ നൂലുകളാൽ ബന്ധപ്പെട്ട ഏകദേശം 30ഓളം ഉപഗ്രഹ ഗാലക്സികളുമുണ്ട്. അവയിൽ ഏറ്റവും ചെറുതും തിളക്കമുള്ളതുമാണ് M110. ഏകദേശം 15,000 പ്രകാശവർഷം വ്യാസമുള്ള ഈ ഗാലക്സി ആൻഡ്രോമിഡയെ ചുറ്റിപ്പറ്റി ഭ്രമണം ചെയ്യുന്നു. ബാക്കിയുള്ളവയിൽ ഭൂരിഭാഗവും കുള്ളൻ ഗോളാകൃതിയുള്ള ഗാലക്സികളാണ്. ഇവയെല്ലാം ചേർന്നാണ് ആൻഡ്രോമിഡ ഉപഗ്രൂപ്പ് എന്ന ഘടന രൂപപ്പെട്ടത്. ഇത് വീണ്ടും ലോക്കൽ ഗ്രൂപ്പ് എന്ന ഒരു വലിയ ഗാലക്സി കൂട്ടത്തിന്റെ ഭാഗമാണ്. ഈ ലോക്കൽ ഗ്രൂപ്പിൽ ക്ഷീരപഥം, ട്രയാങ്കുലം ഗാലക്സി, ആൻഡ്രോമിഡ എന്നിവയ്ക്കൊപ്പം നിരവധി ചെറിയ ഗാലക്സികളും ഉൾക്കൊള്ളുന്നു. എന്നാൽ ഈ മുഴുവൻ സംവിധാനത്തെയും അദൃശ്യമായ ഗുരുത്വാകർഷണ ശക്തികൾ ക്രമേണ ഒരേ ദിശയിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആൻഡ്രോമിഡ ഗാലക്സി ഇന്ന് നമ്മുടെ ദിശയിലേക്ക് അതിവേഗതയിൽ സഞ്ചരിക്കുന്നത്. ഇത് സെക്കൻഡിൽ 300 കിലോമീറ്ററിലും അധികം വേഗതയിലാണ് ക്ഷീരപഥത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതാനും ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ ആൻഡ്രോമിഡയും ക്ഷീരപഥവും തമ്മിൽ ഒരു മഹത്തായ ഗാലക്സി ലയനം നടക്കും. ആ കൂട്ടിയിടിയുടെ ഫലമായി 2 ഗാലക്സികളിലെയും നക്ഷത്രങ്ങൾ ഗുരുത്വാകർഷണ കലാപത്തിൽ ബഹിരാകാശത്തേക്ക് ചിതറിപ്പോകും. സർപ്പിള ഘടനകളെല്ലാം നശിച്ചു പോകും. അവ ചേർന്ന് ഒരു ഭീമൻ ദീർഘവൃത്താകൃതിയിലുള്ള ഗാലക്സിയായി മാറും. അപ്പോഴേക്കും ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പറയുവാൻ പ്രയാസമാണ്. സൂര്യൻ തൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ആ സമയത്ത് കടന്നിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ വികിരണം ഭൂമിയുടെ സമുദ്രങ്ങളെ വറ്റിച്ചു കളഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ചുവന്ന ചൂടുള്ള പ്ലാസ്മയുടെ സമുദ്രത്താൽ ഭൂമി മുഴുവൻ വിഴുങ്ങപ്പെട്ടിട്ടുണ്ടാകാം. അന്നേക്കും മനുഷ്യരാശിക്ക് എന്ത് സംഭവിച്ചിരിക്കാമെന്ന് പ്രവചിക്കുക അതിലും പ്രയാസമാണ്. നമ്മൾ മറ്റു നക്ഷത്ര സമൂഹങ്ങളിലേക്ക് കുടിയേറി പുതിയ ലോകങ്ങളിൽ പുതിയ നാഗരികതകൾ സൃഷ്ടിച്ചിരിക്കുമോ? അല്ലെങ്കിൽ ഒരിക്കൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന അനേകം പുരാതന ജീവവർഗങ്ങളെ പോലെ
ഒരടയാളവും അവശേഷിപ്പിക്കാതെ നമ്മൾ അപ്രത്യക്ഷരായിരിക്കുമോ? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങളില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടി ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡ്.